ഡോക്ടർ TPS ചോദിച്ചോട്ടെ. ഞാൻ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ആരാധനാലയങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കാറുണ്ട്, നമ്മളത് ആസ്വദിക്കാറുണ്ട്. അപ്പൊ അത് പുതുതലമുറയെ അത് എത്രത്തോളം സ്വഭാവ രൂപീകരണത്തിൽ അവരെ സഹായിക്കുന്നറിയാനായിരുന്നു. മിക്കവാറും ട്രാവലുകള് ഒരാളെയും സഹായിക്കില്ല. രണ്ട് വാക്കുകളുണ്ട്. ട്രാവൽസ് എന്നാണ് നമ്മൾ പറയാ. ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന അർത്ഥം. ഒരു സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ഒരു സാധനത്തെ മറ്റേ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത് പോലെ മനുഷ്യന്മാരെ മാറ്റിക്കൊണ്ടുപോകുന്നതിന് ട്രാവൽ എന്നാ പറയാ. ട്രാവൽ വേസ്റ്റ് ആണ്. നമ്മുടെ ലൈഫ് ഒരു ട്രാവൽ ആണെന്ന് നമ്മൾ പറയാറില്ല, ജേണി എന്നാണ് പറയാ. ജേണി എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ ഞാനും വേറൊരാളും കൂടി യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു ഫ്രീക്വൻസിയിലെത്തി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ട്രാവൽ മാത്രമാവും. അതുകൊണ്ടാണ് പലരും ട്രാവൽസ് ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ പറഞ്ഞല്ലോ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുന്നു. ട്രാവൽ ചെയ്യരുതേ എന്നാണ് ഞാൻ പറയാറ്. യു ഹാവ് ടു മേക്ക് ദ ട്രാവൽ ആസ് എ ജേണി. ജേണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യും. കൈലാസ് മാനസ സരോവർ ജേണി എന്നാണ് പറയാ, ട്രാവൽ എന്ന് പറയാറില്ല. ആ ജേണിയിൽ ആദ്യം അതിന്റെ ചരിത്രം പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു, ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, ഞാൻ അതിൽ 4 ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ പോയിട്ടെന്താ കാര്യം? അത് വെറും കാഴ്ച മാത്രമാവും. അത്തരം കാഴ്ചകളാവരുത് നമ്മുടെ യാത്ര. യാത്ര എന്ന് പറയുന്നത് അനുഭവങ്ങളാവണം. അനുഭവങ്ങളാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണം, പഠിക്കണം. അതുകൊണ്ട് ഞാനൊക്കെ ഏത് സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്രാവശ്യം ചെമ്മണ്ട എന്ന് പറയുന്നത് എത്ര പേര് അത് കണ്ടിട്ടുണ്ട്, എത്ര പേര് അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെമ്മണ്ടയിൽ യാഗം നടക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയ സ്ഥലമാണ്. ഇരിങ്ങാലക്കുട നിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു യാഗം നടക്കുമ്പോൾ അതിന്റെ പ്രത്യേകത, ആ സ്ഥലത്തിന്റെ പ്രത്യേകത, ആ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഞാൻ വായിച്ചു പഠിച്ചിട്ടൊക്കെയാണ് പോണത്. ആ സമയത്ത് നമുക്ക് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ചില അറിവുകളും ചിന്തകളും ഒക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് പിന്നെ മുരുകൻ പഴനിക്ക് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അന്വേഷിച്ചു എന്തുകൊണ്ടാ പോയത്, ആ കഥയ്ക്ക് എന്താണ് പ്രാധാന്യം, എന്തുകൊണ്ട് നേരെ കിഴക്കോട്ട് പോയി, അത് കിഴക്കാണ്, ഒരേ ലൈനിലാണ്. ആ ലൈൻ വരച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ആ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിച്ച് ബാക്കിയുള്ളവർ പ്രഭാഷണം നടത്തുമ്പോൾ അത് കേട്ട് അതിൽ നിന്നുള്ള സങ്കല്പങ്ങൾ മനസ്സിലാക്കി പോകുന്നതിന് മുമ്പ് അത് പഠിച്ച് അതിന്റെ ജിയോഗ്രഫി പഠിച്ച് ലൊക്കേഷൻ പഠിച്ച് അങ്ങനെയൊക്കെയാണ് പോണത്. അതല്ലെങ്കിൽ വെറും ട്രാൻസ്പോർട്ട് കമ്പനിയാണ്, നിങ്ങളൊരു ഡെലിവറി സിസ്റ്റം പോലെയാണ് പോണത്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഞാൻ പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അത്തരം ട്രാവലോഗ്സ് എഴുതുന്നവരും അനുഭവങ്ങൾ എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളറ മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ ഇപ്പൊ ഗുരുവായൂർ പോകുന്ന സമയത്ത് ഗുരുവായൂരിന്റെ കഥ ഫുൾ പഠിക്കും ഒരു പ്രാവശ്യം. നിങ്ങൾ 1000 പ്രാവശ്യം പോയിച്ചിട്ട് എന്താ കാര്യം? അതാ ഞാൻ പറഞ്ഞ LKG യാത്രയാണ്. അതേ സമയത്ത് ഒരു പ്രാവശ്യം ഞാനിപ്പോ ഒരു 5 പ്രാവശ്യം പോയിട്ടുണ്ടാവും ആകെ ഗുരുവായൂർ. കഴിഞ്ഞ ആഴ്ച പ്രഭാഷണത്തിന് പോയിട്ട് പോലും ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അതേ സമയത്ത് പണ്ടൊരു പ്രാവശ്യം പോയ സമയത്താണ് ഒരു റിച്വലിന് ഒരാളുടെ കൂടെ പങ്കെടുക്കാൻ പോയതാണ്, ഒരു ബന്ധുവിന്റെ അന്നപ്രാശനത്തിന്. എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു കൊടുത്തത് ഞാനാണ്. എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. ഉടനെ അദ്ദേഹത്തിന്റെ കൂടെ അയാളുടെ ഹോട്ടൽ മുറിയിൽ ഇരുന്നിട്ട് അദ്ദേഹം പാടുന്ന പാട്ടുകൾ കേൾക്കാൻ ഞാൻ ചെയ്തത്. ഞാൻ ഗുരുവായൂർ കാണാൻ പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അത് ഞാൻ എൻ്റെ റെക്കോർഡിലുണ്ടത്, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിനോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവിചാരിതമായിട്ട് ആരോ കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ്, എടാ താൻ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അനുഭവം എന്ന് പറയുന്നത് വലിയ അനുഭവമാണ്. അവിടെ ഇരുന്ന് കവികൾ എഴുതുന്ന കവിതയിൽ അവരുടെ മൂഡ് എന്താണെന്ന് പറഞ്ഞിട്ട് എന്ത് രസകരമായിട്ടാണ് പാടുന്നത് അറിയോ അദ്ദേഹം. ആ പാടി അനുഭവിക്കുന്ന എനിക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പറ്റുള്ളൂ. ഗുരുവായൂർ അമ്പലം അതുപോലെ ഇരിക്കും കൊല്ലങ്ങളായിട്ട്, ഒരു മാറ്റവും ഇല്ല. രാവിലെയും വൈകുന്നേരം ഉച്ചക്കോ നടക്കുന്ന റിച്വൽസ് ഒരേ റിച്വലാണ്. ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ എൻ്റെ നാട്ടിൽ ഉത്സവത്തിന് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവിടെ വിളക്ക് തെളിയിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ചെണ്ട കൊട്ടുന്നതും ആ വിസ്താരവും ഒക്കെ മാറിയിട്ടില്ല. ആകെ മാറിയിട്ടുള്ളത് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുടി നരച്ചിട്ടുണ്ടോ, പണ്ട് കറുപ്പായിരുന്നു ഇപ്പൊ ബ്ലാക്ക് ആയിരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പോകുന്നത് ആ ഉത്സവം കാണാനേ അല്ല, ഞാൻ പോകുന്നത് എന്നെ പരിചയമുള്ള ആൾക്കാരുടെ മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് കാണാൻ പോകുന്നു എന്ന് ആദ്യം നിശ്ചയിക്കുക, അതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കുക. ജീവിതത്തിൽ പഠിക്കാത്തവരൊക്കെ മനുഷ്യന്മാരല്ല എന്നാണ്. അതുകൊണ്ട് പഠനമാണ് പ്രാധാന്യം. ആ പഠനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ, കാശി പോകുമ്പോൾ കാശിയുടെ ചരിത്രം,
അല്ലെങ്കിൽ വാരണാസി പോകുമ്പോൾ വാരണാസിയുടെ ചരിത്രം, അല്ലെങ്കിൽ സൂര്യ ടെമ്പിളിൽ പോകുമ്പോൾ അതിന്റെ ചരിത്രം, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കുറച്ചെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റി അയക്കുന്നത് ഈ ബോധം പലർക്കും ഉണ്ടായിക്കോട്ടെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി എ ട്രാവൽ, ഇറ്റ് ഷുഡ് ബി എ ജേണി, ഇറ്റ് ഷുഡ് ബി ലേണിംഗ്. ഓരോ അണുവിലും പഠിക്കാൻ സാധിക്കുന്നവരല്ലെങ്കിൽ ഇതൊരു ലഹളയാണ്. അവിടെ പോകുന്ന സമയത്ത് എന്താ സംസാരിക്കുന്നത്? വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ ചരിത്രവും ക്ഷേത്രത്തിന്റെ പിന്നെ ഐതിഹ്യവും അതിന്റെ പുരാണവും അതിന്റെ ഡയറ്റിയെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന എത്ര പേര് നമ്മൾ കാണും? വളരെ വിരളമായിട്ട് കാണാറുള്ളൂ. അവിടെ നിന്നിട്ട് എന്താ സംസാരിക്കുക? വേറെ പല കാര്യങ്ങളാണ് ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പോലും സംസാരിക്കുന്നത്. പിന്നെന്താ അവിടെ പോയിട്ട് കാര്യം? അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ശാസ്ത്രീയമായ, ന്യായമായ, ഫിലോസഫിക്കലായ, സയന്റിഫിക്കായ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നല്ലത്. അതാണ് മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടതെന്നാണ്. ഈ തീർത്ഥാടനത്തിന്റെ ആക്ച്വൽ കോൺസെപ്റ്റ് അറിഞ്ഞു പോണെന്ന് കുറച്ചു മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ ആക്ച്വൽ കോൺസെപ്റ്റ്? അല്ല, ഈ ഇപ്പം നമ്മൾ കുംഭമേളക്ക് പോകുന്ന സമയത്ത് എന്താണ് കുംഭമേള, എന്തിനാ അത് നടക്കണത്, ആ പ്രാധാന്യങ്ങൾ അറിയാം. അതുപോലെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ക്ഷേത്രം എന്താണ് അവിടെ നടന്നത്, പല ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ കഥകളുടെ ഭാഗങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ളത്. അപ്പൊ ആ കഥകൾ പൂർണ്ണമായിട്ട് പഠിക്കുക. ഇപ്പൊ ഞാൻ ഉമാദേവിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും പാർവതി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും വ്യത്യസ്ത സങ്കല്പങ്ങളാണ്. അപ്പൊ അവിടെ ഉമയാണെങ്കിൽ എന്താണ് ഉമ, എന്താണ് പാർവതി? ദേവീ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നനദുർഗയാവും വനദുർഗയാവും. എന്താണ് വനദുർഗയും നനദുർഗയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ദുർഗ എന്നുള്ളതിൽ അർത്ഥം? ഓരോ ദേവീദേവന്മാർക്കും അവരവരുടേതായ സങ്കല്പങ്ങളും കഥകളുണ്ട്. ഇത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം സൃഷ്ടാക്കള് പല സ്ഥലത്തും പല തരത്തിൽ ഇതിനെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ ആ കഥ അറിയണം, അത് പഠിക്കണം. അപ്പൊ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമാണ്. നമ്മൾ അതൊക്കെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മളിപ്പം രാമേശ്വരത്തും അവിടുന്ന് കന്യാകുമാരി ഭാഗത്തും അല്ലെങ്കിൽ രാമേശ്വരത്തിൽ നിന്ന് അതിന്റെ അറ്റം വരെ പോയി ശ്രീലങ്കയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം, അതാണ് മുമ്പ് ഹനുമാൻ കെട്ടിയിരുന്ന അല്ലെങ്കിൽ വാനരന്മാർ കെട്ടിയിരുന്ന ആ കഥക്ക് അവിടെ ഓരോ ക്ഷേത്രത്തിനും രാമായണത്തിന്റെ കഥയുമായിട്ട് ബന്ധമുണ്ട്. ട്രിച്ചിയിൽ പോകുന്ന സമയത്ത് ട്രിച്ചി ക്ഷേത്രത്തിൽ കാണേണ്ട സംഭവങ്ങൾ കൃത്യമായിട്ടുണ്ട്, അതിന്റെ കഥകളുണ്ട്. അറ്റ്ലീസ്റ്റ് അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ടെങ്കിലും വായിച്ച് ലിങ്കുകളെങ്കിലും എടുത്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. അതാ യാത്രയിലെങ്കിലും, പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ യാത്രയിലെങ്കിലും സമയമുണ്ടല്ലോ, ആ സമയമെങ്കിലും അത് യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കുക, അത്രയും വേണ്ടു.